നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വരയ്ക്കുന്ന ആ ഒരു സ്പേസും വരയ്ക്കുന്നത് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മിനിമൽ സെറ്റപ്പ് ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കുന്ന വീഡിയോസ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്കും അതേപോലെ അവർ വരയ്ക്കുന്ന വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിൽ കിടക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതാണ് എൻ്റെ ബെഡ്റൂമിനോട് ചേർത്ത് ഞാൻ സെറ്റപ്പ് ചെയ്തേക്കുന്ന എൻ്റെ ഒരു ഡ്രോയിങ് സ്പേസ് എന്ന് പറയുന്നത്. 2 ടേബിൾ ഇട്ടുകൊണ്ട് ഒരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒരേ സ്പേസിൽ തന്നെ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ അടുത്ത് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഡ്രോയിങ് ടേബിൾ. നിങ്ങൾക്ക് കാണാൻ കഴിയും ഡ്രോയിങ്ങിൻ്റെ ഒരു ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഒരു റോയൽ ബ്ലൂ കളറായിരുന്നു. ഞാനൊരു സെൽഫ് അഡീസീവ് ഫിലിം ഒട്ടിച്ചിട്ട് അത് വൈറ്റാക്കി എടുത്താണ്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു A2 സൈസിലുള്ള വേറൊരു ബോർഡും കൂടി കാണാം. അതിൽ ഞാൻ അതേപോലെ ഫിലിം ഒട്ടിച്ച് വൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ബോർഡ് ചില സമയത്ത് ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ മടിയിലേക്ക് കുറച്ച് ഇൻക്ലൈൻഡായിട്ട് വെച്ചുകൊണ്ട് ചിലപ്പോൾ വരയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനടിയിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വരയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും ലൈറ്റ് സോഴ്സ് ഉണ്ട്. 2 CFL ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലൊരു ആർട്ടിക്കുലേറ്റഡ് ആമിൻ്റെ ഒരു ടേബിൾ ലാമ്പാണ്, റൈറ്റ് സൈഡിലൊരു സ്റ്റാൻഡാണ്. അതേപോലെ തന്നെ വാളിൽ ട്രൈപോഡ് മൗണ്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെയർ. ഒരു സ്വിങ്ങിങ് ചെയറാണ്. ഒരു ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ റൂം വെക്കറ്റ് പോയപ്പോൾ എനിക്ക് തന്നിട്ട് പോയൊരു ചെയറാണ്. ഇനിയും ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു ഡ്രോയറും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ 2 കണ്ടെയ്നർ നിങ്ങൾക്ക് കാണാം. മെറ്റീരിയൽസൊക്കെ ഞാൻ ഈ കണ്ടെയ്നറിൽ സൂക്ഷിക്കും. അതേപോലെ തന്നെ പാക്കറ്റായി വരുന്ന അല്ലെങ്കിൽ ബോക്സിലുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ആ ബോക്സിൽ തന്നെ വെച്ചിട്ട് ഈ കണ്ടെയ്നറിലോ എടുത്ത് വെക്കുന്നതാണ്. അതേപോലെ തന്നെ ഉപയോഗിക്കാത്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കബോർഡിലൊക്കെ ഇതെല്ലാം സ്റ്റോർ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആമുള്ള ഒരു ടേബിൾ ലാമ്പാണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു ജെന്യുവൻ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ലൈറ്റ് സോഴ്സ് കുറച്ച് നല്ല രീതിയിൽ തന്നെ വേണം. എങ്കിൽ മാത്രമേ എൻ്റെ കൈയുടെ ഷാഡോസ് അവിടെ വരാതിരിക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു ലൈറ്റ് സോഴ്സ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു ഷാഡോ ഇല്ലാതെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഓവർ ഹെഡ് ഷോട്ട്സൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഞാൻ ആദ്യം കാണിച്ചു തരുന്നതാണ്. ഇതൊരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു ലൈറ്റാണ്. കാര്യമായിട്ടൊരു ലൈറ്റിൻ്റെ ഒരു സംഭവം റൈറ്റ് സൈഡിൽ നിന്ന് ആവശ്യമില്ല, എങ്കിലും ഒരു ഈവൻ എക്സ്പോഷറിന് വേണ്ടിയിട്ട് 2 സൈഡിലും വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറ. ക്യാനൻ്റെ 77D എന്ന് പറയുന്ന ഒരു DSLR ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിലൊരു കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റെക്കോർഡിംഗ് പോസിബിൾ അല്ല. അതുകൊണ്ടൊരു AC പവർ അഡാപ്റ്റർ ഞാനതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു എൻഡിൽ ബാറ്ററി പോലെ തന്നെ ഒരു സംഭവമാണ്. അത് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാർഡ് ഫുള്ളാകുന്നതിനനുസരിച്ച് അത് മാറ്റി കൊടുത്താൽ മതി. 3-4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ബാറ്ററിയിൽ അത് റെക്കോർഡിംഗ് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസ് 18-55mm അത് ക്യാമറയുടെ കൂടെ വരുന്ന ഒരു കിറ്റ് ലെൻസാണ്. ഓവർ ഹെഡ് ഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ, സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു ലെൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് ഷേക്ക് ആയിട്ടുള്ള ഫൂട്ടേജ് നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് ഇത് വാളിൽ മൗണ്ട് ചെയ്തേക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലും നമുക്കൊരു ബ്ലറായിട്ടുള്ള ഒരു വീഡിയോ ഫൂട്ടേജ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ DSLR യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഫോക്കസും എക്സ്പോഷറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ആ സ്മാർട്ട് ഫോണിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത് സാധ്യമാവാറില്ല. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു 64 GB ഒരു സാൻഡ് ഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ 2 ഉണ്ട്. ഒരെണ്ണം ഫുള്ളാവുന്ന ടൈമിൽ ഇത് കോപ്പി ചെയ്യാൻ വെച്ചിട്ട് മറ്റേത് അതേ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്രൈപോഡിലാണ്. ട്രൈപോഡിൻ്റെ ഒരു ലെഗ് വാളിൽ സ്ക്രൂ ചെയ്തിട്ട് ഒരു സ്ക്രൂ അടിച്ചിട്ട് അതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ സൈഡിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും, അതിൻ്റെ താഴത്തെ 2 ലെഗ് ഫ്രീ ആണ്. ഒരു ലെഗ് മാത്രമാണ് ഞാനത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്കിതിൻ്റെ ലെങ്തും ഹൈറ്റും ഒക്കെ ആ ഒരു ലെഗ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇപ്പം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിലോട്ട് അതിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 2 ലെഗ് ഫ്രീ ആയതുകൊണ്ട് അതിൻ്റെ ആംഗിളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലായിട്ടൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഞാൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് താഴെ വെച്ചിരിക്കുന്നത്.
ലാമ്പിൻ്റെയും അതേപോലെ തന്നെ ക്യാമറയുടെയൊക്കെ കണക്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ടേബിൾ ടോപ്പ് ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ചെയ്ത ഡോട്ട് വർക്കിലൊക്കെ ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട്സൊക്കെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. ഇത് DSLRൻ്റെ വെയിറ്റൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേഡി ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. വളരെ ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട്സ് 50mm ലെൻസൊക്കെ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ടേബിളിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ ഞാനൊരു ടേബിൾ ടോപ്പ് ഷാർപ്പനർ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാനുവൽ ഷാർപ്പനറാണ്, ഡെർവൻറ്റിൻ്റെ മാനുവൽ ഷാർപ്പനറാണ്. നമ്മുടെ പെൻസിൽ ഡ്രോയിങ് മെറ്റീരിയൽസിലൊക്കെ ഞാനത് എന്താണെന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഞാനിപ്പം നിലവിൽ ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പറും അതേപോലെ തന്നെ ലാസ്റ്റ് 2 വീഡിയോസ് ചെയ്തപ്പോൾ കണ്ടു കാണും കളർ പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഈ ഒരു സെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഡ്രോയറും അതിൻ്റെ മുകളിലിരിക്കുന്ന 2 കണ്ടെയ്നറുമാണ്. അപ്പോൾ ആ കണ്ടെയ്നർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിടപ്പുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്ന മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് വാങ്ങുന്ന പെൻസിൽസും അതേപോലെ തന്നെ ഷാർപ്പനർ, ഇറേസർ, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ടൂൾസുകളൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു മെറ്റീരിയൽ റാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഫാബ്രിക് റാപ്പാണ് കാണിച്ചത്. ഇത് വേറൊരു കണ്ടെയ്നറുണ്ട്. ഇതിനകത്തും പെൻസിലൊക്കെയാണ് വരയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പേപ്പറൊക്കെ ആണ് എന്തി കിടക്കുന്നത്. ഇത് ലാസ്റ്റ് ചെയ്ത വർക്കിന് ഉപയോഗിച്ചിരുന്ന പെന്നാണ്. ഇതെല്ലാം കൂടെ ഒരു കണ്ടെയ്നറിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഡ്രോയറിനകത്ത് ഒരു ടാബ് കിടപ്പുണ്ട്, പിന്നെ 1-2 കേബിൾസും അഡാപ്റ്ററും ഒരു മാഗ്നിഫയറൊക്കെയാണ് കിടക്കുന്നത്. ഇതിനകത്ത് കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല. താഴത്തെ കണ്ടെയ്നറിനകത്ത് ക്യാമറ ബാഗും ഒരു ക്യാമറയുടെ വേറെ 1-2 പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിനകത്ത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബിൽഡ് ചെയ്തെടുത്തൊരു PC ആണ്. എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയ സമയത്ത് ലാപ്ടോപ്പ് കൊടുത്തിട്ട് ഞാൻ ബിൽഡ് ചെയ്ത ഒരു PC ആണ്. ഇപ്പോൾ ഇതിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടി ഈസി ആയി തോന്നുന്നു. ഒരു i5 പ്രോസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കോമ്പണൻസൊക്കെ i7 കമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 32 GB റാം, അതേപോലെ തന്നെ ഇന്നോ 3Dയുടെ GeForce RTX 2060 6 GB ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 256 GB SSD ഉണ്ട്. അതാകുമ്പം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബെൻക്യൂവിൻ്റെ ഒരു 24 ഇഞ്ച് മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കളർ കറക്ഷനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ബെൻക്യൂ ആണെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞതുകൊണ്ടാണ് ബെൻക്യൂ ചൂസ് ചെയ്തത്. പലരും ഡെല്ലി യൂസ് ചെയ്യുന്നവരുണ്ട്, ഏസറിൻ്റെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് ഉണ്ട്. മോണിറ്ററിന് താഴെ നിങ്ങൾക്ക് കാണാം 2 സ്പീക്കറുണ്ട്. അതേപോലെ തന്നെ ഒരു 50mm ലെൻസ് വെച്ചിട്ടുണ്ട്. ആ 50mm ലെൻസിലാണ് ഞാൻ ബി റോൾസും അല്ലെങ്കിൽ ക്ലോസപ്പ് ഷോട്ട്സൊക്കെ എടുക്കുന്നത്. ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഈ 50mm യൂസ് ചെയ്താൽ ബ്ലറി എഫക്റ്റുള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ലെഫ്റ്റ് സൈഡിലൊരു മൈക്രോഫോൺ, ഒരു കണ്ടൻസർ മൈക്രോഫോൺ ഞാൻ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഈ അടുത്ത കാലത്ത് ഞാൻ വാങ്ങിയതാണ്. ഓഡിയോ ക്വാളിറ്റി കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്ത് വാങ്ങിയതാണ്. നീവറിൻ്റെ NW700 എന്ന് പറയുന്ന ഒരു കണ്ടൻസർ മൈക്രോഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആമൊക്കെ ആർട്ടിക്കുലേറ്റഡ് ആമാണ്. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ മൈക്രോഫോണിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാൻറ്റം പവർ സപ്ലൈ ആണ്. ഈ കണ്ടൻസർ മൈക്രോഫോൺ ഡയറക്റ്റ് നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനൊരു നല്ലൊരു പവർ സോഴ്സ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പവർ സപ്ലൈ യൂണിറ്റാണത്. അതേപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ട്രാൻസെൻ്റെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട് 2TBയുടെ. ട്രാൻസെൻഡിൻ്റെ ഒരു മെമ്മറി കാർഡ് റീഡറും കയ്യിലുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫൂട്ടേജസൊക്കെ സിസ്റ്റത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എഡിറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നതും. അതേപോലെ ഡ്രോയിങ് ആൻഡ് എഡിറ്റിംഗ് സ്പേസ് ഒരിടത്ത് തന്നെ ഞാൻ ക്രമീകരിച്ചിരിക്കുകയാണ്. രണ്ടും ഒറ്റ സ്പേസിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടിടത്തായിട്ട് സിസ്റ്റം കൊണ്ടുവെക്കുക, അതൊക്കെ ഒരു ഭയങ്കര ഇൻകൺവീനിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒരു സ്പേസിൽ തന്നെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്നൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ. ഞാനവിടെ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം.
അഡോബിയുടെ പ്രീമിയർ പ്രോ 2019 CC വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ടൈറ്റിൽ കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ABC എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ പ്രീമിയർ പ്രോ ഒരു പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇത് ലാസ്റ്റ് ചെയ്ത ഡോട്ട് ഡ്രോയിങ്ങിൻ്റെ ഒരു 3 റിയൽ ടൈം ഫൂട്ടേജാണ്. ഏകദേശം 18 GB, അതായത് 1.5 മണിക്കൂർ വീഡിയോ ആണിത്. ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ട് ഫയൽസ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇതേണ്ട ഇവിടെ നോക്കി 1 hour 29 minutes 52 seconds ഇത്രയും കാണിക്കുന്നുണ്ട് ടോട്ടൽ. അതായത് ഓൾമോസ്റ്റ് അല്ല 1.5 മണിക്കൂർ ഫൂട്ടേജ് ഉണ്ടത്. അപ്പോൾ ഇതിനെയും എങ്ങനെ ടൈം ലാപ്സ് ആക്കുന്നു എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് സെലക്ട് ചെയ്യുന്ന ഇത് ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യണം. അതായത് ഇതിന് നെസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നെസ്റ്റ് ചെയ്ത് ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കുക. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പീഡ് ഡ്യൂറേഷൻ കൊടുക്കും. ഞാൻ യൂഷ്വലി ഓരോ റിയൽ ടൈം ഫൂട്ടേജ് ഫസ്റ്റ് ടൈം അത് ടൈം ലാപ്സ് ആക്കുമ്പോൾ അത് 10,000% ആണ് കൊടുക്കുന്നത്. അപ്പം 1.5 മണിക്കൂർ ഫൂട്ടേജ് വെറും 53 സെക്കൻഡിലേക്ക് ഇപ്പം ചുരുങ്ങിയിരിക്കുകയാണ്. ഈ ഫ്രെയിം സാമ്പിളിംഗ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഒപ്റ്റിക്കൽ ഫ്ലോ ആക്കുക. കാരണം ആ ഒരു ട്രാൻസിഷൻ കുറച്ചുകൂടെ സ്മൂത്താക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്. ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ ഒരു 53 സെക്കൻഡിൻ്റെ ഫൂട്ടേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഫയൽ സെലക്ട് ചെയ്യുന്നു, ഫയലിലേക്ക് പോകുന്നു, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, മീഡിയ Ctrl+M കൊടുക്കുമ്പോൾ അതിൻ്റെ മീഡിയ എൻകോഡർ ഓപ്പൺ ആകും. ഞാനിപ്പം ABC എന്നും പറഞ്ഞിട്ട് തന്നെ ജസ്റ്റ് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു 18 GB എന്നുള്ളത് 66 MB ആയിട്ട് അതിൻ്റെ സൈസും കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വീഡിയോയുടെ സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ബിറ്റ് റേറ്റ്, മാക്സിമം ബിറ്റ് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് വീഡിയോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യുക, ഓഡിയോ അൺചെക്ക് ചെയ്യുക. ഞാൻ യൂഷ്വലി ടൈം ലാപ്സ് ചെയ്യുമ്പോൾ ഓഡിയോ അൺചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ ഒരു നോയ്സ് ഉണ്ടാവും. എന്നിട്ട് ക്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സ്പോർട്ട് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിലാണ് ക്യൂ കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു എൻകോഡിങ് സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനോടൊപ്പം ഇൻസ്റ്റാൾ ചെയ്യണം. അതിവിടെ ഓപ്പൺ ആവും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്യൂ എന്നുള്ള സംഭവം ഇത് ഇപ്പോൾ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റെൻഡർ ആയി കിട്ടും നമുക്ക്. അതേപോലെ തന്നെ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒഡാസിറ്റി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഇപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പ്രീമിയർ പ്രോ നിങ്ങൾ കണ്ട വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അത് ഫ്രീ അല്ല, പക്ഷേ ഞാനത് ക്രാക്ക് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആയിട്ട് അവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പോസ്റ്റ് പ്രോസസ്സിങ്, അതായത് കുറച്ചൊക്കെ ഓഡിയോ എൻഹാൻസ് ചെയ്തെടുക്കാനും പറ്റും. അതായത് നോയ്സ് റിഡക്ഷൻ, ബാസ് ട്രബിൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം സേവ് ചെയ്തിട്ട് പ്രീമിയർ പ്രോയിലേക്ക് ഞാനിത് ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ മുമ്പ് റെൻഡർ ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ഫയൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആകാറായി. ഒരു 35 സെക്കൻഡ്സിനടുത്തായി. സോ ഇതിപ്പോൾ ആ ഒരു റെൻഡറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ABC എന്ന് പറയുന്ന ഫയലാണ് നമ്മൾ ഇത് ചെയ്തത്. നിങ്ങളിപ്പോൾ ഒരു നോർമൽ സ്പീഡിലല്ല, അതിപ്പം ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ടൈം ലാപ്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽസ് ചെയ്യുമ്പോൾ നോർമൽ സ്പീഡിലുള്ളത് ഭാഗം അവിടെ കട്ട് ചെയ്തിട്ട് ടൈം ലാപ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് പോർഷൻ മാത്രം ടൈം ലാപ്സ് ഒക്കെ ആക്കുകയാണ് ചെയ്യൽ. അപ്പം ഞാൻ കംപ്ലീറ്റ് മെറ്റീരിയൽസിൻ്റെയും സോഫ്റ്റ്വെയർസിൻ്റെയും ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ഇതാണ് സിസ്റ്റത്തിൽ ഞാൻ വീഡിയോയും ഓഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരു രീതി. നിങ്ങളെല്ലാവരും അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ട്യൂട്ടോറിയൽസ് ഇനിയും വരുന്നുണ്ട്. കളർ പെൻസിലിൻ്റെ ഓൾറെഡി 2 എണ്ണം കഴിഞ്ഞു, കൂടുതൽ പുറകെ വരും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആർട്ട് വർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ കാണിച്ച ഈ ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗാഡ്ജറ്റ്സുകളോ എക്യുപ്മെൻറ്റ്സോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനോടൊരു പാഷനും അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുമാണ്. നിങ്ങൾക്ക് കംഫർട്ടായിട്ടിരുന്ന് വരയ്ക്കാൻ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്കൊരു നല്ല ആർട്ടിസ്റ്റ് ആവാൻ. അല്ലാതെ നിങ്ങൾക്ക് ചുറ്റും കുറേ ഗാഡ്ജറ്റ്സുകൾ ഉള്ളതുകൊണ്ടോ ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് നിങ്ങൾ വാങ്ങിയതുകൊണ്ടോ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റ് ആവണമെന്നില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ സൗദി അറേബ്യയിൽ വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തതും ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് കഴിഞ്ഞൊരു 5-6 കൊല്ലത്തിനിടയിൽ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അൺനെസസറി ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം എനിക്കതാണ് പറയാനുള്ളത്. എല്ലാവർക്കും കൂടുതൽ വരയ്ക്കാൻ
സന്തോഷമായിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ലേറ്റായിട്ടാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.